കെ കരുണാകരൻ സോണിയാഗാന്ധിയുമായി അകന്നത് പത്മജയ്ക്ക് സീറ്റ് നിഷേധിച്ചതിനാലെന്ന് കെ വി തോമസിന്റെ വെളിപ്പെടുത്തൽ. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് പരാമർശം. കെ വി തോമസ് പറയുന്നത് നുണയാണ് എന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. പറഞ്ഞതെല്ലാം സത്യമെന്നും പത്മജയെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല എന്നും കെ വി തോമസിന്റെ മറുപടി. 80ാം ജന്മദിനത്തിൽ കെ വി തോമസ് പുറത്തിറക്കിയ കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന പുസ്തകത്തിലെ പരാമർശങ്ങളിലാണ് വിവാദം. കെ കരുണാകരനും സോണിയാഗാന്ധിയും തമ്മിൽ അകന്നതിന്റെ കാരണങ്ങൾ ഒരധ്യായത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെ: 2001 തിരഞ്ഞെടുപ്പിൽ പത്മജയെ മത്സരിപ്പിക്കാൻ കരുണാകരൻ ആഗ്രഹിച്ചു. സോണിയാഗാന്ധിയോട് നേരിട്ട് പറയാതെ കേന്ദ്ര നിരീക്ഷകൻ വഴി അവതരിപ്പിച്ചു. ലിസ്റ്റിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായി പത്മജയെ എഴുതി ചേർത്തു. കരുണാകര വിരുദ്ധ ചേരി ഇക്കാര്യം സോണിയാഗാന്ധിയെ ധരിപ്പിച്ചു. തന്റെ പേര് വലിച്ചിഴച്ചതിന് സോണിയാഗാന്ധി ദേഷ്യപ്പെട്ടു. പിൻവാതിൽ നീക്കമെന്ന് വിമർശിച്ചു. പിന്നാലെ പത്മജയുടെ പേര് വെട്ടി. ഇക്കാര്യത്തിലാണ് സോണിയാഗാന്ധിയും ലീഡറും തമ്മിൽ അകലുന്നതെന്ന് പുസ്തകത്തിൽ പറയുന്നു. നുണയെന്ന് പത്മജ വേണുഗോപാൽ. കാര്യം കാണാൻ ഇത്രയും നുണ പറയുന്ന അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീ കെ വി തോമസ്. സത്യം മാത്രമാണ് പറഞ്ഞതെന്നും പത്മജ പുസ്തകം മുഴുവൻ വായിക്കണമെന്നും കെ വി തോമസ്. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാനതങ്ങനെ എല്ലാം ഹൈഡ് ചെയ്യണം. അങ്ങനെ ഹൈഡ് ചെയ്താൽ പറ്റി ഇത് എഴുതാൻ ഇപ്പം ലീഡർക്കെതിരാണ്, കണ്ണൂരിക്കെതിരാണ്, മുസ്ലിക്കെതിരാണ് അത് പറയുന്നത് അർത്ഥമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പുസ്തകം മുഴുവൻ വായിച്ച് അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളണം. കേരള രാഷ്ട്രീയത്തിലെ നിരവധി വിവാദ വിഷയങ്ങളും പുസ്തകത്തിന്റെ ഉള്ളടക്കമായി ഇടം പിടിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.